ഹേ ആൾ, നമ്മോടൊപ്പം നീറ്റ് 2024 ഒരു ഉയർന്ന റാങ്ക് നേടിയ ഒരു മിടുമിടുക്കിയാണ് നമ്മോടൊപ്പം ഉള്ളത്. അപ്പൊ ആളുടെ ഫാമിലിയും നമ്മുടെ ഒപ്പം ഉണ്ട്. നമുക്ക് ചോദിച്ചു നോക്കാം എന്തൊക്കെയാണ് ആളുടെ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ്സ്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു നോക്കാം. ഹായ് മോളെ, ഹലോ മാം. എന്തൊക്കെയുണ്ട് വിശേഷം? മോളെ പേരെന്താ എന്ന് പറയും? എൻ്റെ പേര് റൊസീൻ മരീറ്റ റെജി. അതെ, അപ്പൊ എവിടെയാ വീട്? എൻ്റെ വീട് പാലായി തന്നെയാണ്. ആണല്ലേ. അപ്പൊ സ്കോർ എങ്ങനെയുണ്ടായിരുന്നു നീറ്റിന്? 688 ആണ് സ്കോർ. സ്കോർ ഉണ്ടായിരുന്നത്. അപ്പൊ അടിപൊളി സ്കോർ ആണല്ലേ. കുറെ ഡ്രീം ചെയ്തൊരു ഡേ ആണെന്ന്. അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ട്? കുറെ നാളായിട്ട് കാത്തു കാത്തു വെച്ച് നമ്മൾ എക്സാം എഴുതി നല്ലൊരു മാർക്ക് വാങ്ങിച്ച് ഈ ഒരു മൊമെന്റിൽ നിൽക്കുമ്പോൾ എന്താണ് തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നുണ്ട്. പിന്നെ എല്ലാവരോടും നന്ദി പറയുന്നു. പേരൻസിനോടും ചേച്ചിയോടും അമ്മച്ചിയോടും പിന്നെ ദൈവത്തോടെ ഏറ്റവും ആദ്യം നന്ദി പറയുന്നു. പിന്നെ അതുപോലെ തന്നെ ബ്രില്യൻറ്റിലെ എല്ലാ ഫാക്കൽറ്റീസിനോടും എൻ്റെ ക്ലാസ് ടീച്ചറെ ഭവ്യജ മിസ്സിനോടും മിസ് ഒത്തിരി മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്, ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ എല്ലാത്തിനും നന്ദി പറയുന്നു. മോളിപ്പോ ഡേ സ്കോളർ ആയിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെയാണ് ആ സ്റ്റഡി പ്ലാൻ എങ്ങനെയായിരുന്നു എന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? കാരണം ഡെയിലി പോയി വരല്ലേ. അപ്പൊ എങ്ങനെയാ അതൊക്കെ ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്? എങ്ങനെയാണ് ഒരു ഡേ തുടങ്ങുക? അത് ഞാൻ രാവിലെ 5:30-ക്കാണ് എണീറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ 5:30 തൊട്ട് 6:30 വരെ പഠിക്കും. അത് കഴിയുമ്പം 7:30-യുടെ ബസ്സിനാണ് വീട്ടിൽ നിന്ന് പോന്നുകൊണ്ടിരുന്നത്. പിന്നെ 8:30 തൊട്ട് 4 o'clock വരെയായിരുന്നു ക്ലാസ്. പിന്നെ 4 o'clock-ന് വീട്ടിലെത്തിക്കഴിയുമ്പം ഒരു 6 o'clock ആകുമ്പോൾ പഠിക്കാൻ തുടങ്ങും. പിന്നെ 11 o'clock ആകുമ്പോൾ കിടക്കും. ഒരു കൃത്യമായൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നല്ലേ. അതുകൊണ്ടാണ് ഇത്രയും നല്ലൊരു റിസൾട്ട് കിട്ടിയത്. അപ്പോ ഇനി ഏതെങ്കിലും ഒരു സബ്ജക്ട് ഫേവറേറ്റ് ആയിട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? അല്ലെങ്കിൽ ഇത് ഡിഫിക്കൽട്ട് ആയിരുന്നു എന്ന് തോന്നുന്ന ഏതെങ്കിലും സബ്ജക്ട് ഉണ്ടായിരുന്നോ? കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഏറ്റവും ഈസി ആയിട്ട് തോന്നിയത്. പിന്നെ ഫിസിക്സ് ആയിരുന്നു ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയത്. ആണല്ലേ. അപ്പൊ എങ്ങനെയാ ഹാൻഡിൽ ചെയ്തിരുന്നത്? ഫിസിക്സിലത്തെ പ്രോബ്ലംസ് ഒക്കെ കുറച്ചുണ്ടല്ലേ. അപ്പൊ ഓരോ ചാപ്റ്റേഴ്സിലും ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും ടിപ്പ് ഉണ്ടോ നമുക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട്? ഫിസിക്സിൽ ഏറ്റവും ആദ്യം എല്ലാത്തിൻ്റെയും തിയറിയും ഫോർമുലാസും പഠിക്കും. പിന്നെ ഈസി ആയിട്ടുള്ള ചാപ്റ്ററിൽ കുറേ പ്രോബ്ലംസ് പെട്ടെന്ന് ചെയ്യും. ഡിഫിക്കൽട്ട് ആയിട്ടുള്ളതാണെങ്കിൽ ഓരോ ടോപ്പിക് വൈസ് വെച്ച് എടുത്തെടുത്ത് ഓരോ ക്വസ്റ്റ്യൻ ചെയ്ത് അങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്ത് തന്നെയാണ് ആ ചാപ്റ്ററുകൾ പഠിച്ചത്. അപ്പൊ ഈ ബയോളജിയും കെമിസ്ട്രി നല്ല ഇഷ്ടമാന്ന് പറഞ്ഞു. അപ്പൊ കെമിസ്ട്രി എങ്ങനെയാ പഠിച്ചിരുന്നത്? എങ്ങനെയാ ഫോളോ ചെയ്തു പോയിരുന്നത്? കെമിസ്ട്രി NCERT മൊത്തം വായിച്ച് പഠിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ ഓർഗാനിക് കെമിസ്ട്രി ഫുൾ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു തവണ ഒരു നോട്ട്ബുക്കിലേക്ക് ഇങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഇട്ട് ഇങ്ങനെ എഴുതി വെച്ച് അപ്പം നന്നായിട്ട് ഓർത്തിരുന്നു. പിന്നെ അപ്പോൾ ഫസ്റ്റ് ഒക്കെ മോഡൽ എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ അല്ലെ, അല്ലെങ്കിൽ വീക്ക്ലി എക്സാംസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിനൊക്കെ നല്ല അത്യാവശ്യം ടെൻഷനും ഉണ്ടാവും. അപ്പൊ ഇതേ സ്കോർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയിരുന്നോ തുടക്കം തൊട്ടേ? തുടക്കം ആദ്യം കുറച്ച് എക്സാംസിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഇച്ചിരി ഒരു 650-ലേക്ക് പോയി. പിന്നെയാണ് കയറി വന്നത്. അപ്പൊ മോളുടെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഇടയ്ക്ക് നമ്മൾ സ്കോർ ഒന്ന് താഴ്ന്നു പോയാലും നമുക്ക് മേക്കപ്പ് ചെയ്തെടുത്ത് നല്ലൊരു ഉയർന്ന സ്കോർ തന്നെ നീറ്റിന് നമുക്ക് വാങ്ങിക്കാൻ പറ്റും അല്ലെ. അതെ, ആ ഒരു മോട്ടിവേഷൻ തന്നെയാണ് മോൾക്ക് പറയാനുള്ളത്. അപ്പൊ മോൾക്ക് ഇനി ഭാവിയിൽ, അതെ, നമ്മൾ എൻട്രൻസ് ഒക്കെ ക്വാളിഫൈഡ് ആയി ക്രാക്ക് ചെയ്തു, ഇനി അപ്പൊ ഏതൊരു ക്യാമ്പസിൽ കിട്ടണം എന്നാണ് ആഗ്രഹം? എനിക്ക് കോട്ടയം മെഡിക്കൽ കോളേജ് കിട്ടണമെന്നാണ് ആഗ്രഹം. അപ്പൊ കോട്ടയത്ത് തന്നെ അല്ലെ, കോട്ടയത്ത് തന്നെ വീട്, കോട്ടയത്ത് തന്നെ പഠിച്ച് ഇപ്പൊ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെ ആയി ഒരു ഡോക്ടറായി അല്ലെ, പാരന്റ്സിന്റെ ഒപ്പം തന്നെ നിന്ന് പഠിക്കണം എന്നാണ് ആഗ്രഹം അല്ലെ. ഓക്കെ. അപ്പോ ഇനി പാരന്റ്സിന് എന്താണ് പറയാനുള്ളതെന്ന് ചോദിക്കാം. ചേച്ചിയാണെന്ന് തോന്നുന്നു അല്ലെ? അതെ. എന്താണ് ചേച്ചിയുടെ പേരെന്താ? എന്റെ പേര് ഐറിൻ. ഐറിൻ എന്താ ചെയ്യുന്നേ? ഞാൻ വെറ്റിനറി ഫസ്റ്റ് ഇയർ സ്റ്റുഡന്റ്. ഓക്കെ. അപ്പൊ ബ്രില്യന്റിലാണോ പഠിച്ചത്? കഴിഞ്ഞ വർഷം ബ്രില്യന്റ് റിപ്പീറ്റ് ആണല്ലേ. ഓക്കെ. അപ്പൊ ഒരു ബ്രില്യന്റ് ഫാമിലി ആണ്. ഒരു കുഞ്ഞനിയനും കൂടി ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആളും ഇനി ഭാവിയിൽ ഇങ്ങോട്ട് വരാനുള്ളതായിരിക്കും അല്ലെ. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ചേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? ഞാനും ഡേ സ്കോളർ ആയിരുന്നു. പിന്നെ എനിക്ക് കഴിഞ്ഞ വർഷം 570 ആ റേഞ്ചിലാണ് കിട്ടി. അപ്പൊ പിന്നെ വെറ്റിനറി ഗവൺമെന്റ് നോക്കിയതുകൊണ്ട് വെറ്റിനറി കിട്ടി. മണ്ണുത്തിയിലാണ് പഠിക്കുന്നത്. മണ്ണുത്തി. നല്ലൊരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണല്ലോ. അപ്പൊ പിന്നെ വെറ്റിനറി ഇഷ്ടമാണ്. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് എന്താണ് പറയാനുള്ളത് മോളുടെ ഈ വിജയത്തിനെ കുറിച്ചിട്ട്? നല്ല സന്തോഷമുണ്ട്, ദൈവാനുഗ്രഹം എന്ന് തന്നെ കരുതുന്നു. പിന്നെ ബ്രില്യൻറ്റിലെ ബ്രില്യൻ്റെ ക്ലാസ് ടീച്ചർ തന്നെ വളരെ ഒരു ഹെൽപ്ഫുൾ ആയിരുന്നു. മാർക്ക് ശകലം കുറഞ്ഞാൽ തന്നെ മിസ്സ് വിളിക്കും, നമ്മളെ ആശ്വസിപ്പിക്കും, അങ്ങനെ എപ്പോഴും വിളിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. അതുപോലെ നല്ല ഫാക്കൽറ്റി, അവർക്ക് നല്ല ഈസി ആയിരുന്നു എല്ലാ കാര്യങ്ങളും. ഒരു ടഫ് എന്ന് പറയാനില്ലായിരുന്നു, ഒരു വിഷമം എന്ന് പറയാനില്ലായിരുന്നു ഒരു കാര്യത്തിലും. എല്ലാ കാര്യത്തിലും എല്ലാവരും നല്ല സഹകരണ. എന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ അമ്മ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, കെമിസ്ട്രി ആയിട്ട് വർക്ക് ചെയ്യുന്നു. കെമിസ്റ്റ് ആണ്. അപ്പൊ എല്ലാം സയൻസ് മേഖലയാണ്. അച്ഛൻ എന്താ ചെയ്യുന്നേ? അച്ഛന്റെ പേരെന്താ? എന്റെ പേര് റെജി ജോർജ്. ഞാൻ മെഡിക്കൽ ട്രാൻസ്ഫർഷൻ ചെയ്യുന്നു. ഞാൻ ഇൻഫോ പാർക്കിലാണ് വർക്ക് ചെയ്യുന്നത്.
അപ്പൊ എന്താ മോളുടെ ഈ ഒരു വിജയത്തിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? ഈ വിജയത്തിൽ വളരെ സന്തോഷമുണ്ട്. ഇക്കാര്യത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ അവളുടെ മമ്മി പറഞ്ഞ പോലെ ഞങ്ങൾ ദൈവത്തിനോട് ആദ്യം തന്നെ നന്ദി പറയുന്നു. അതുപോലെ ബെർലിനിലെ എല്ലാ സ്റ്റാഫിനും, ഇൻക്ലൂഡിങ് ജോർജ് സാറിനോടും അതുപോലെ എല്ലാ അവിടുത്തെ എല്ലാ ഫാക്കൽറ്റി മെമ്പേഴ്സിനോടും ഞങ്ങൾക്കുള്ള നന്ദി വളരെ ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുകയാണ്. അപ്പോൾ ഒരു മെഡിക്കൽ അല്ലെ, ഒരു റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി തന്നെയാണ്, ഫുൾ സയൻസ് റിലേറ്റഡ് ആണല്ലേ. അപ്പൊ ഇത്രയും കൂടി ഈസി ആയിരുന്നു മോൾക്ക് ക്രാക്ക് ചെയ്യാനും, ഒരു സപ്പോർട്ടീവ് അറ്റ്മോസ്ഫിയർ ആയിരുന്നുണ്ടാവും എന്തായാലും. അതെ. അപ്പോ ഇനിയും ഭാവിയിൽ മോൾക്ക് കുറെ സ്വപ്നങ്ങൾ ഉണ്ടാവും. PG-യിൽ എന്തെങ്കിലും സ്പെഷ്യലൈസേഷൻ ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? അത് തീരുമാനിച്ചിട്ടില്ല. ഇനി ഭാവിയിൽ പോകെ നമുക്ക് തീരുമാനിക്കാം. ഓക്കെ. അപ്പോ ഇനിയും എല്ലാ ഡ്രീംസും അച്ചീവ് ചെയ്ത് നല്ല മിടുക്കിയായിട്ട് ഇതുപോലെ കുറെ ഫംഗ്ഷൻസിന് അറ്റൻഡ് ചെയ്ത് നല്ല ഉയർന്ന റാങ്കിൽ ഇനിയും ഉയർന്ന് പോട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. താങ്ക് യു. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.